അപ്പുറത്തെ സൈഡ് ഇപ്പോൾ ഇങ്ങനെ. ഹേ ഗൈസ്, നമ്മുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഹിമാലയം പാറയിലേക്കാണ് പോകുന്നത്. ഞങ്ങളെന്ന് പറയുമ്പം ഞാനും അജേഷും ഉണ്ട്. എന്താ അവരുടെ അമ്മ അവിടെ വെളി വന്ന് നോക്കി ഇപ്പോൾ ഉണ്ട്. ടാറ്റ, ഓക്കെ ബൈ. ഞങ്ങളങ്ങനെ ഇപ്പം ഇറങ്ങാൻ പോവാണ്. ഇവിടുന്ന് 24 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ ഇപ്പം ഹിമാലയം പാറയിലെത്തി. ഇതാണ് ഇവിടുത്തെ അമ്പലം. അജേഷ് അങ്ങോട്ട് പോകുന്നുണ്ട്. വണ്ടിയിലാണ് വന്നത്. നമ്മുടെ വണ്ടി അവിടെ വെച്ച് ഇനിയിപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ പോലെ ഇങ്ങനെ വഴി വന്നിട്ട് താഴോട്ടൊന്ന് നോക്കി, ഒന്ന് ഞെട്ടിയ. ഞങ്ങൾ ഈ വഴിയാണ് ഇങ്ങോട്ട് വണ്ടിയിലോട്ട് കയറി വന്നത്. ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് റൈറ്റിലോട്ടൊന്ന് തിരിഞ്ഞ് താഴോട്ടൊന്ന് നോക്കി കണ്ടു. ഇതാണപ്പം ഹിമാലയം പാറ. എന്തായാലും നല്ല ആഴമുണ്ട്. അതുപോലെ തന്നെ വെള്ളം ഉണ്ടെന്ന് തോന്നി ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ മഴ പെയ്ത് കഴിയുമ്പോൾ നിറയത്തില്ലയോ? ഒരു സൈഡ് പിടിച്ച ബോധമില്ല. ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഒന്ന് ചെറുതായിട്ടെങ്കിൽ ഒന്ന് ഞെട്ടും. കാരണം ആ വഴിക്കൊന്ന് ഇങ്ങോട്ട് കയറി വന്ന് വലത്തോട്ട് നോക്കിയപ്പോൾ മൊത്തം കുഴി. അത് താഴെ നല്ല, ഞങ്ങളത് നേരത്തെ മാവരപ്പാറയൊക്കെ പോയപ്പോഴും ഇത്രയും വലിയൊരു ആഴം പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ആഴം. അത് ഇതിൻ്റെ മുകളിലാണ്ടോ അവിടെ ആയിട്ടാ അമ്പലം നിൽക്കുന്നുണ്ടോ. നേരെ താഴെ ഇങ്ങനെ ഇത് സൂര്യണ്ണ അവിടെ കത്തി നിൽപ്പുണ്ട്. ഉണ്ടോ എന്നെ കത്തുന്നത്. പുള്ളി കത്തി തീരട്ടെ. ഇങ്ങനെ നടന്നു വന്നു കഴിയുമ്പോൾ അതാണ്ടേ എൻ്റെ ഒരു ബാക്കി ഭാഗം ഇവിടെ ആയിട്ടാണ്. ഇവിടെ വലിയ താഴ്ച ഒന്നുമില്ല. പക്ഷേ പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ചിട്ടിട്ട് ഇതാ അപ്പുറത്തെ ഭാഗത്തും ഉണ്ട്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ഇനിയിപ്പം അത് ശരി, അവൻ പറഞ്ഞ പോലെ ആരെങ്കിലും സ്ഥലം അതിക്രമിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത പണി കിട്ടും. എന്തിനാ വെറുതെ. ഉടുക്കലത്തെ കാറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉടുക്കലത്തെ കാറ്റ് കണ്ടോ, നല്ല കാറ്റ് വീശുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമേ ഞെട്ടിയതിൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണണം. കാരണം ഇവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ വരുക. റൈറ്റ് സൈഡ് ഈ കമ്പിയുണ്ട്. പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നു. റൈറ്റ് താഴോട്ട് നോക്കുന്നു. കണ്ട എന്തോന്നേ ഇത്, എന്തോ ആഴമായത്. ഈ വെള്ളം പോയേക്കുന്നതിൻ്റെ അങ്ങേയറ്റം അപ്പുറത്ത് റോഡാണ്. എനിക്ക് തോന്നുന്നു ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പം വെള്ളം റോഡിൽ കയറത്തില്ലോടാ? കയറും. അപ്പം ഇതും റോഡും തമ്മി ഇതായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തിരിച്ചറിയും? അതാണ്ട് ആ സൈഡൊന്നും, ആ സൈഡൊന്നും അങ്ങനെ കെട്ടിട്ട് പോലും ഇല്ല. പിന്നെ ഇത് എങ്ങനെ അറിയും ഇവരിത്? ആ റോഡിൽ കൂടെയൊക്കെ വണ്ടിയും പോകുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെറിയൊരു അമ്പലം അവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയെന്നാൽ അതും കൂടെ കാണാം. ഇതാണ് അമ്പലം. നമുക്കെന്തായാലും അകത്തോട്ടും കൂടെ കയറി നോക്കാം. അയ്യോ, കാലി പോയി. പിന്നെ ഇവിടെ ആരും അമ്പലത്തിനകത്ത് കയറി ഷൂട്ട് ചെയ്ത് അങ്ങനൊന്നും എഴുതിയിട്ടില്ല. എന്നാലും ഞാൻ ചെറുതായിട്ട് അമ്പലത്തിൻ്റെ സൈഡിൽ ഇതൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം പിന്നെ നമുക്കിനി ഒന്നും കൂടെ അതുവഴി പോയി വെള്ളവും ഒന്ന് കണ്ടിട്ട് ഹിമാലയം പാറ ഇത്രേ ഉള്ളു കഴിച്ചു, ഇത്രേ ഉള്ളു. ഞങ്ങളിപ്പം ഇവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുന്നതിന് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല തണുത്ത കാറ്റും ഉണ്ട്. ഇല്ല മരം സൂര്യനെ മറച്ചു കഴിഞ്ഞപ്പം ഇവിടെ അത്യാവശ്യം തണുപ്പുമായി. പിന്നെ ഇവിടെ പക്ഷെ നല്ല താഴ്ച ഉണ്ട് കേട്ടോ. ആ ഒരു രീതി ഇതുവരെ പോയിട്ടില്ല. എന്നിട്ടാ ഈ ചാരി ഇതിലോട്ട് കിടക്കുന്നത്. നീ കുലിക്കാതിരുന്നാ മതി.
എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് അവിടെ ഒട്ടിക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മാറിയിരിക്കുകയും അവിടെ ഒട്ടിക്ക് ഇരുന്ന് അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുത്, അമ്പലത്തിൽ കയറുന്നവരാണെങ്കിൽ കയറി തൊഴുത്, പിന്നെ ഈ മാവരപ്പാറ, ഹിമാലയൻ പാറ, ഈ പാറകളെല്ലാം മിക്കവാറും ഈ തിരുവല്ല സൈഡ് പറയുന്നതെല്ലാം പണ്ടത്തെ പാറമടയാണ് ഐറ്റം. അവിടെ നിന്ന് പാറയൊക്കെ കുഴിച്ച് എന്തോ ചെയ്തോ ആവോ ഒന്നും അറിയത്തില്ല. എങ്കിലും ഇവിടെ മൊത്തം ഇപ്പം ഇങ്ങനത്തെ ഓരോരോ സ്പോട്ടുകളായിട്ട് നിൽക്കുന്നു. പിന്നെ താഴെ വെള്ളവുമുണ്ട്. നമുക്ക് പിന്നെ ഇരിക്കാൻ അങ്ങനെ സെറ്റപ്പുകളും കാര്യങ്ങളും ഒന്നും ഇല്ല അല്ലേ, ഇങ്ങനെ നിൽക്കേണ്ടി വരും. കുറച്ചു നേരം വേണമെങ്കിൽ പോയി വണ്ടിയുടെ അകത്തേക്ക് ഇരിക്കുക, അല്ലെങ്കിൽ വണ്ടിയിലിരിക്കാം, എന്നിട്ട് പിന്നെയും തിരിച്ചു പോവുക. അപ്പോൾ പിന്നെ ഞങ്ങൾ വന്ന് ഇവിടുന്ന് ഇനിയും ഇറങ്ങുകയാണ്. പക്ഷേ ചുമ്മാ ഇരിക്കുന്നതിനേക്കാൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് കാണാം, കണ്ടിട്ട് ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് സംഭവം, കുറച്ച് നേരത്തേക്ക് ഒന്ന് ഇവിടെ കഴിയുമ്പോൾ കാറ്റിൽ ഈ വെയിലടിക്കുന്നുണ്ടെങ്കിലും പക്ഷേ കാറ്റിനൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴേക്കും അതുപോലെ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടതാണ്. അതുപോലെ ഇങ്ങോട്ട് കയറി മേടിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് 1.5 കിലോ ചീനി മേടിച്ച് 50 രൂപയായിരുന്നു. അതും അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പം നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഈ കടയിൽ അടുത്ത കടയിൽ ചായ കുടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു 6-7 കട കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇപ്പം ഒരു കടയിലെത്തി. ഈ കടയിൽ നിന്ന് എന്തായാലും ഒരു നാരങ്ങ വെള്ളം കുടിക്കാന്ന് വിചാരിക്കും. പക്ഷേ ഇത്ര വന്നപ്പോൾ ഞാൻ ദാഹിക്കുന്നത്, അപ്പോൾ ഒരു വെള്ളം കുടിച്ചേക്കാം. അങ്ങനെ ഞാൻ ഇവിടെ നിന്നൊരു മുട്ട ബജ്ജിയും പിന്നെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.